ബീജമുട് ടാൻ 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 ടാൻ. സോ ഗൈസ് വെൽക്കം ബാക്ക് ടു നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് കാണാൻ തന്നെ മനസ്സിലാവും നമ്മളെ ബസ്സൊക്കെ മാറ്റുന്ന നമ്മളങ്ങനെ ബ്യൂട്ടി ചെറുക്കനായിട്ടാണ് ഗൈസ് നമ്മളിങ്ങനെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എനിക്ക് ബസ്സുള്ളപ്പോൾ പിന്നെ എന്തിനാണ് ഞാൻ വേറെ ബസ് എടുത്തിരിക്കുന്നത് എന്നായിരിക്കാം. അപ്പോൾ ഗൈസ് ആ പ്രൈം ബസ്സൊക്കെ ഗൈസ് ഡ്രൈവേഴ്സൊക്കെ വെച്ച് അതും കുറേ ഓട്ടത്തിനൊക്കെ കാര്യങ്ങൾക്കായി പോവുകയാണെന്ന് വെച്ചാൽ പോയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഒഴിവ് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഗൈസ് നമ്മൾ ബ്യൂട്ടി ചെറുക്കനായിട്ട് വന്നിരിക്കുന്നത്. രാജാ ഗൗഡയാണ് ഗൈസ്. കുറച്ചൊക്കെ മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിയായിരിക്കും നമ്മൾ. അപ്പോൾ ഗൈസ് നമ്മളെ ട്രിപ്പ് എന്ന് പറയുന്നത് നമ്മൾ കോളേജ് ട്രിപ്പാണ്, വേറൊരു ട്രിപ്പല്ല. നമ്മളൊരു കിണ്ണംകാച്ചി കോളേജ് ട്രിപ്പാണ് ഗൈസ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മളെല്ലാവരും തന്നെ പ്ലാൻ ചെയ്തിരിക്കുകയാണ് ഗൈസ്, നമ്മളെ ബ്യൂട്ടി ആയിട്ട് തന്നെ. പിന്നെ നമ്മൾ എവിടേക്കാ സ്ഥലം എന്ന് പറഞ്ഞാൽ മൂന്നാറിലേക്കാണ് ഗൈസ് നമ്മൾ പോകുന്നത്. പിന്നെ നമ്മളിവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്ന ഒരു ഷെഡിലാണ് ഗൈസ്, ഒരു ഹോട്ടലിലെ ഷെഡിലാണ്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നമുക്കറിയുന്ന ഷെഡ് തന്നെയാണ്. രാജാഗൗഡ കണ്ടോ, ക്യാബിനൊക്കെ കിണ്ണം കാച്ചി സെറ്റപ്പ് ആക്കിയിട്ടാണ് ഇവർ നമുക്ക് തന്നിരിക്കുന്നത്. പിന്നെ നമ്മളെ ബസ്സല്ലല്ലോ, നമ്മൾ പിന്നെ ഓടിക്കാനാണ് ഗൈസ് നമ്മളിങ്ങനെ ഇങ്ങനത്തെ ബസ്സൊക്കെ എടുക്കുന്നത്. നമ്മൾ അധികം വൈകാതെ നമുക്ക് ബസ് എടുക്കാം. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, പിന്നെ ഇത് അശോക് ലേലാൻഡ് അല്ല, ഇത് എയ്ച്ചറാണ് ഗൈസ്. അശോക് ലേലാൻഡ് കുഴപ്പം എനിക്കിഷ്ടമാണ്, പക്ഷെ ഇത് എയ്ച്ചറായി പോയി ഗൈസ്, സീനില്ല. ക്യാബിനൊക്കെ അടിപൊളിയാണ് ഗൈസ്. പിന്നെ നമുക്ക് അധികം വൈകാതെ നമുക്ക് തന്നെ ഇവിടെ നിന്ന് പതിയെ നമുക്ക് ഇവിടെ തന്നെ എടുക്കാം ഗൈസ്. നമ്മളെ വണ്ടിയുടെ സസ്പെൻഷനൊക്കെ നമുക്ക് നോക്കിയിട്ട് തന്നെ എടുക്കട്ടോ. പിന്നെ ഫ്രണ്ട് വീലാണ് ഗൈസ് നമ്മൾ ആദ്യം ഇറക്കിയത്. പിന്നെ ഇനി ബേക്ക് ഇറക്കുന്നത് കാണിച്ചു തരാം. ഏതാ അതിൻ്റെ പുള്ളിങ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇങ്ങനത്തെ ഒക്കെ അടിപൊളിയാണ് കണ്ടോ. സസ്പെൻഷനൊക്കെ നമുക്ക് ആക്കി വെച്ചാണ് ഗൈസ് നമ്മളെ ഇവരെന്നെ നമ്മൾ കസ്റ്റം ചെയ്ത് വെച്ചാണെന്നാണ് ഇവരുടെ ഓണേഴ്സ് പറയുന്നത്. അതായത് നമ്മളങ്ങനെ ഹോട്ടലിൻ്റെ വെളിയിൽ നിന്ന് നമ്മളങ്ങനെ ഇറക്കാൻ പോവാണ് ഗൈസ്. നമ്മളങ്ങനെ ഈ റോഡൊക്കെ നമ്മളന്ന് നമ്മൾ നാഷണൽ പെർമിറ്റ് കൊണ്ട് ഈ വഴിയൊക്കെ നമ്മളന്ന് വന്നതാണ്. അപ്പോൾ നമുക്ക് റോഡിലേക്ക് നമുക്ക് പെതിയെ നമുക്ക് ഇറക്കാട്ടോ. നമ്മളെ വലിയ വണ്ടിയല്ലേ, നമ്മൾ BS6 ആയതുകൊണ്ട് നമുക്ക് പെതിയെ നമുക്ക് ഇറക്കണം. അല്ലാണ്ട് കാറൊക്കെയാണ് കത്തിച്ച് വിടായിരുന്നു ഗൈസ്. പിന്നെ വലിയ വണ്ടി ആയതുകൊണ്ടാണ് ഗൈസ് നമ്മളിങ്ങനെ പെതിയെ നമ്മൾ റോട്ടിൽ നിന്ന് ഇറക്കുന്നത്. ഇതാ നമ്മളങ്ങനെ കത്തിച്ച് വിടുകയാണ് ഗൈസ്. നമ്മളെ ക്യാബിൻ ലൈറ്റും പിന്നെ രാത്രി ആവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഏകദേശം 7 മണി ആയിട്ടുണ്ട്. നമ്മളങ്ങനെ 8 മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ കോളേജ് എത്തണം എന്നാണ് അവർ നമ്മളോട് കോള് വിളിച്ച് പറഞ്ഞത്. നമ്മൾ ഈ ടൗണിൽ തന്നെയാണ് ഗൈസ് അവരുടെ കോളേജ് തന്നെ. അപ്പോൾ നമുക്ക് അവരെ കോളേജിൽ പോയിട്ട് നമുക്ക് അവരെ പിക്ക് ചെയ്യാം. ഇതങ്ങനെ ഫൈനലി നമ്മളങ്ങനെ കോളേജിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. നമ്മളങ്ങനെ ഒരു കുറച്ച് ടീം അടങ്ങുന്ന ഒരു ക്ലാസിൻ്റെ ടൂറാണെന്നാണ് നമ്മളെ വിളിച്ച് നമ്മളോട് ഇൻഫർമേഷൻ നമുക്ക് തന്നത് ഗൈസ്. നമ്മൾ ഇവിടെ നിൽക്കാനാണ് ഗൈസ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. നമ്മളങ്ങനെ കോളേജിലേക്ക് എത്തിയിട്ടുണ്ട് ഗൈസ്. ഇവിടെയാണ് ഗൈസ് ഇവർ കോളേജ് ട്രിപ്പ് ആരംഭിക്കുന്നത്. കുറച്ച് പേരടങ്ങുന്നതാണ് ഗൈസ്, എന്തോ IBO അങ്ങനെ എന്തോ പറഞ്ഞെന്തോ ആണ് ഗൈസ്. നമ്മൾ ഇവരുടെ അടുത്ത് പോയി നിർത്തിയിട്ടുണ്ട് ഗൈസ്. ആൾക്കാരൊക്കെ കയറുന്നുണ്ട്. മോനെ ക്യാമറമാൻ, ഇവിടെ വ്ളോഗേഴ്സ് ഒക്കെ ഉണ്ട് ഗൈസ്. കോളേജ് സ്റ്റുഡൻസ് വ്ളോഗേഴ്സോ, എൻ്റെ പൊന്നെ. ഇവിടെ നമ്മളും വ്ളോഗർ, ഇവരും വ്ളോഗർ. ഇതാ എൻ്റെ പൊന്നെ ക്യാമറ പിടിച്ചിട്ട് സീനാവോ. അത് കുഴപ്പമില്ല ഗൈസ്, ഒരു ട്രിപ്പിൽ ഒരു ക്യാമറമാനോ അല്ലെങ്കിൽ വ്ളോഗറോ ആരെയും ഉണ്ടാവുന്നത് നമുക്കൊരു കൂട്ടല്ലേ. നന്നായി ഗൈസ്, നമുക്ക് ഇവിടെ നിന്ന് വണ്ടി എടുക്കാം. പിന്നെ ഇന്നത്തെ ട്രിപ്പിൽ എന്ന് പറയുമ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് ഗൈസ്, വേറെ ആരും ഇല്ല. പാച്ചു ഇല്ലാന്നാണ് ഗൈസ്, അവൻ കുറച്ചൊക്കെ മടിയനാണ് ഗൈസ്. അവനൊന്ന് വിളിച്ചാൽ അങ്ങനെയൊന്നും വരില്ല, അവന് തോന്നണം. പിന്നെ അവൻ ഉണ്ടെങ്കിൽ ഒരു വൈബായനെ ഗൈസ്. ഇവിടെ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് സീനൊന്നുമില്ല. നമുക്കല്ലല്ലോ പറ്റി വരുന്നത്, നമ്മളെ വണ്ടീൻ്റെ ഓണർക്കല്ലേ. വരട്ടെ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് കയറി പോവാണ് ഗൈസ്. പിന്നെ പാച്ചു ഭയങ്കര മടിയനാണ്, വിളിച്ചാലൊന്നും അങ്ങനെ വരില്ല ഗൈസ്. നിർബന്ധിച്ച് വിളിച്ചാലും വരില്ല, അവന് തോന്നണം. അമ്മാതിരി ഒരു കുറച്ചൊക്കെ വെടിയനാണ് ഗൈസ് പാച്ചു. डिप्रेशन में रहता हूँ हमेशा. അങ്ങനെ ഗൈസ് നമ്മളങ്ങനെ പാട്ടൊക്കെ വെച്ചിട്ടാണ് ഗൈസ് നമ്മൾ പോകുന്നത്. ആൾക്കാർ ഉള്ളിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ വെച്ച് ഇല്ലാവട്ടെ ഗൈസ്, പാട്ടൊക്കെ വെച്ച് കിണ്ണായിട്ടുണ്ട് ഗൈസ്. നമ്മളങ്ങനെ ഫ്രണ്ടിലായിട്ട് ഒരു ഫോർച്യൂണർ കിടക്കുന്നുണ്ട്. ഇയാളാണെങ്കിൽ മാറി തരുന്നില്ല ഗൈസ്. നമ്മളങ്ങനെ നവൻ ബ്രോയുടെ വീടിൻ്റെ സൈഡിൽ കൂടെയാണ് ഗൈസ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ അതിലാണ് ഗൈസ് വന്നിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഇങ്ങോട്ടാണ് ഗൈസ് നമ്മൾ പോകുന്നത് ഗൈസ്. രാത്രിയാണ് നമ്മളെ ബസ്സിലങ്ങനെ പുറത്തും കാര്യങ്ങളൊക്കെ ലൈറ്റും കാര്യങ്ങളൊക്കെ കുറവാണ്. MBD പിടിച്ചുകൊണ്ടാണ് ഗൈസ് നമ്മൾ ലൈറ്റൊക്കെ കാര്യങ്ങളൊക്കെ ഊരി വെച്ചത്. പിന്നെ നമ്മളങ്ങനെ മൂന്നാർ ആ ഭാഗത്തേക്കുള്ള സ്ഥലത്തേക്ക് എത്താനാവുന്നുള്ളൂ ഗൈസ്. കുറച്ച് ദൂരമേ ഉള്ളൂ നമ്മളെ കോളേജിൽ നിന്ന്, കുറച്ചടുത്താണ് ഗൈസ് മൂന്നാർ. അതുകൊണ്ടാണ് ഗൈസ് നമ്മൾ മൂന്നാർ തിരഞ്ഞെടുത്തത്. അപ്പോൾ ഗൈസ് നമ്മളെ ക്യാബിനൊക്കെ കിണ്ണാണെന്ന് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അതാ നമ്മളിങ്ങനെ ഇറക്കാണ് ഗൈസ്, നമ്മൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പാട്ടൊക്കെ സ്കിന്നാണ് ഗൈസ്. ഫ്രണ്ടിൽ വണ്ടിയൊക്കെ വരുന്നുണ്ട്, ടാറ്റേൻ്റെ ഏസൊക്കെ വന്ന് നിൽക്കുകയാണ് ഗൈസ്. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, വലിയ വണ്ടിയല്ല, പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂടാ ഗൈസ്. നമ്മളങ്ങനെ പോവാണ്, ഇറക്കായതുകൊണ്ട് കത്തിച്ച് വിടാം. പിന്നെ കയറ്റാണെങ്കിൽ വണ്ടി മെല്ലെയാണ് ഗൈസ് കയറുകയുള്ളൂ. പിന്നെ അതാ നമ്മളങ്ങനെ ഫ്രണ്ടിൽ ഇതാ ഒരു ചേട്ടൻ, അയ്യോ എൻ്റെ പൊന്നെ ഇപ്പോൾ ഇടിച്ചാൽ എന്തോ ഭാഗ്യം, ഇയാളാണെങ്കിൽ ഒറ്റ ബ്രേക്ക് പിടി, ഇയാളതാ ഓവർടേക്ക് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇയാളിപ്പോൾ കൊണ്ട് ഇടിക്കുന്ന ഒരു മട്ടാണ് ഗൈസ്. ഇതാ പറഞ്ഞില്ലേ, ഇതാ ഇവിടെ കൊണ്ടുപോയി നിർത്തി. ഇയാളെ ഒലക്ക, ഇയാൾക്ക് ഓടിക്കാനും അറിയില്ല ഗൈസ്. ഇയാളെ ഏത് മൂട്ടിലിപ്പോൾ ചത്താനെ ഇപ്പോൾ കിടന്നിട്ട് ഗൈസ്. ഇയാളെ നിന്ന് കുറേ ചീത്തയൊക്കെ കേട്ട് ഗൈസ് ാണ് ഗൈസ് പോകുന്നത്. അപ്പോൾ ഗൈസ് നമ്മളിങ്ങനെ സ്ഥലം നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്താനാവുന്നുള്ളൂ. കുറച്ച് ഒരു വളവും കൂടെ കഴിഞ്ഞ് എത്തുന്നതാണ് ഗൂഗിൾ മാപ്പിൽ നമുക്ക് പറയുന്നത്. പിന്നെ ഇതാ വണ്ടികളൊക്കെ ഓപ്പോസിറ്റ് കൂടെ നമ്മളൊക്കെ മുന്നേറിക്കൊണ്ട് പോവുക. അയ്യോ എൻ്റെ മോനെ പിടിച്ച ജസ്റ്റ് മിസ് ഗൈസ്. പിന്നെ പാട്ട് വെച്ചുകൊണ്ട് കുട്ടികളൊക്കെ ഡാൻസിങ് ആണ് ഗൈസ്. ഡാൻസിനുള്ളിൽ നമ്മൾ ഉള്ളൊക്കെ മൊത്തം ലൈറ്റൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവർ എൻജോയ് ആയിട്ടെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഗൈസ്. പിന്നെ ഏതൊരു ട്രിപ്പിലും അങ്ങനെ തന്നെയാണല്ലോ ഗൈസ്. പിന്നെ നമ്മൾ ഡാൻസിങ് ആണല്ലോ, നമ്മൾ ടൂറിസ്റ്റേഴ്സിൽ പിന്നെ പാട്ടും പിന്നെ കൂത്തും പരിപാടിയും പിന്നെ അലോൺസ്മെൻ്റൊക്കെ ഇതൊക്കെ തന്നെയാണ് ഗൈസ് നമ്മളെ ബസ്സിലൊക്കെ കാര്യങ്ങളൊക്കെ. നമ്മളങ്ങനെ മൂന്നാർ എത്തിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ മൂന്നാർ ടൗണിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു പാർക്കിലേക്കാണ് ഗൈസ് ഇപ്പോൾ രാത്രി വന്നിരിക്കുന്നത്. അത് നമ്മൾ രാവിലത്തെ അല്ല ഇപ്പം തന്നെ തിരിച്ചു വരും ഗൈസ്. ഒന്ന് തിരിക്കണം, തിരിച്ചിട്ട് നമുക്ക് അപ്പുറത്തെ സൈഡാണ് നമുക്ക് ഇവരെ ഇറക്കേണ്ട സ്ഥലം. വണ്ടി ഇറക്കിയിട്ട് കുറച്ച് നേരം കണ്ടിട്ട് ഇവരെ കൊണ്ടുപോകണമെന്നാണ് ഗൈസ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഗൈസ് നമ്മളിതാ ഇവിടേക്ക് വന്നിട്ടുണ്ട്. രാത്രിയാണ് ഗൈസ്, കൂടെ ഇട്ട്. പിന്നെ മഴയില്ലാത്തതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഗൈസ്. ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് ഗൈസ് ഇവർ പറഞ്ഞ സ്ഥലം ഉണ്ടോ, അവിടെ ജയിൻഡൂരാണ്, അവിടേക്കാണ് ഗൈസ് ഇവർ വന്നത്. അപ്പോൾ ഇവിടെയാണ് മൂന്നാർ എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ ഇവിടെ മൂന്നാർ എന്ന് പറഞ്ഞാൽ നിങ്ങളവിടെ മറ്റേ മലനിരകളൊക്കെ എവിടെയെന്ന് വെച്ചാൽ നമ്മൾ ഇറക്കാറിങ്ങി വന്നില്ല, അവിടെയാണ് മലനിരകൾ. പുതിയ റോഡാണ് ഗൈസ്, ഇവർ ഇറങ്ങിയിട്ടുണ്ട്. ഇതാ വ്ളോഗറൊക്കെ എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടാണ് ഗൈസ് ഒന്ന് പോകുന്നത്. ശരി ചേട്ടാ ബൈ. അല്ല ചേട്ടാ സ്റ്റുഡൻറ്റ് മാറിപ്പോയി ഗൈസ്, ചേട്ടനായി പോയി. അപ്പോൾ ഗൈസ് അപ്പോൾ ഇവരെ തിരിച്ച് കൊണ്ടുപോകണം. അപ്പോൾ നമ്മളെ ഇന്ന് വന്ന ട്രിപ്പിൽ വന്ന ആൾക്കാരൊക്കെ വീണ്ടും നമ്മൾ ബസ്സിൽ തന്നെ തിരിച്ചു കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവരെ തിരിച്ച് കോളേജിൽ കൊണ്ടുപോകാൻ പോവുകയാണ്. ഇവർ കുറച്ചേരം ഇവിടെ നിന്നിട്ട് എൻജോയ് ചെയ്തിട്ട് നമ്മളടുത്ത് കയറി പോവുകയാണ് ഗൈസ്. പെട്ടെന്ന് തന്നെ വരികയാണ്. അപ്പോൾ ഗൈസ് നമ്മൾ വന്ന വഴി തിരിച്ച് പോവുകയാണ്. അപ്പോൾ നമുക്ക് നേരെ പോവുക ഗൈസ്. നമ്മൾ വന്ന വഴി തന്നെയാണ് ഗൈസ്. നമുക്ക് ഈ വഴിയൊക്കെ നമുക്ക് അറിയാം. പിന്നെ ഇത് ഒരു ഡെസ്റ്റിനേഷൻ ടൂറിസ്റ്റ് പ്ലേസ് ആണ് ഗൈസ്, മൂന്നാർ. ഞങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പോൾ ഗൈസ് നമ്മൾ ഇനി കയറ്റാണ് ഗൈസ് നമ്മളിനി പോകുന്നത്. ഇനി നമ്മളെ ഫ്രണ്ടിൽ വണ്ടിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് സുഖത്തിൽ കയറി പോകാം, അല്ലെങ്കിൽ ഓവർടേക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണം നമ്മൾ പോകാൻ. അപ്പോൾ നമ്മൾ അടിച്ച് മിന്നിച്ചാണ് ഗൈസ് നമ്മൾ കയറ്റം എണ്ണ മാറി പോവാണ്. ഇത് സെറ്റസ്ത്ര BS6 ആയതുകൊണ്ട് ഉറപ്പിക്കുകയാണ് ഗൈസ്. സ്പീഡൊക്കെ ഉണ്ട് ഗൈസ് നമ്മുടെ വണ്ടിക്ക്. പിന്നെ നമ്മളങ്ങനെ വീണ്ടും പാട്ടൊക്കെ വെച്ച് കൊടുക്കുകയാണ്. പിന്നെ നമ്മുടെ ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ ആ പാട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെയാണ് ഗൈസ് നമ്മൾ പാട്ടൊക്കെ വെക്കുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ബൈ ഗൈസ്.